അഹങ്കാരം നിറഞ്ഞ കർണന്റെ വാക്കുകൾ കേട്ട് ഭീഷ്മപിതാമഹന് വല്ലാതെ കോപം വന്നുവെങ്കിലും അതെല്ലാം നിയന്ത്രിച്ച് ഭീഷ്മർ ധൃതരാഷ്ട്രരോട് സൗമ്യമായി തന്നെ പറയുന്നു, അങ്ങയുടെ മക്കളെയെല്ലാം വഴിതെറ്റിക്കുന്നത് ഈ കർണനാണ്. വെറുതെ വീമ്പ് പറയുന്നു എന്നല്ലാതെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് യാഥാർത്ഥ്യബോധത്തോടെ അങ്ങ് വിലയിരുത്തുക. ഞാൻ വീണ്ടും പറയുന്നു, സന്ധി ചെയ്ത് യുദ്ധം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് നല്ലത്. അർജുനൻ പറഞ്ഞ വാക്കുകൾ എന്തെന്ന് സഞ്ജയൻ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞതുപോലെ ചെയ്യുവാൻ പാർത്ഥൻ കഴിവുള്ളവനാണെന്നും എനിക്കറിയാം. 3 ലോകത്തിലും അർജുനന് തുല്യനായ ഒരു പോരാളിയില്ല. അതുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കുവാനുള്ള വഴി ആലോചിക്കുക. ഭീഷ്മർ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ധൃതരാഷ്ട്രർ അതൊക്കെ അവഗണിച്ചു. അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുന്നു, യുധിഷ്ഠിരൻ എന്താണ് പറഞ്ഞത്? ആരൊക്കെയാണ് അവരെ സഹായിക്കുന്നത്? ഭീഷ്മപിതാമഹന്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും സഞ്ജയനോടുള്ള ധൃതരാഷ്ട്രരുടെ ഈ ചോദ്യം കേട്ട് എല്ലാവർക്കും വലിയ നിരാശയാണ് തോന്നിയത്.